ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പലരും കണ്ടു കാണും. അറിയാത്തവർക്ക് ഞാൻ ഈ സംഭവം പെട്ടെന്ന് പറഞ്ഞു തരാം. ഐഷി ഘോഷ്, SFIയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായ ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസ് CPMന്റെ കേന്ദ്ര ആസ്ഥാനമായ AKG ഭവനിലോട്ട് വന്നതാണ് സംഭവം. അപ്പോൾ 2021 നടന്ന ഒരു പ്രതിഷേധ സമരത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത്. ആ കേസൊക്കെ ഇപ്പോൾ പെട്ടെന്ന് കുത്തിപ്പൊക്കി കേട്ടോ. കാരണം ഐഷി ഘോഷ് സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റിൽ മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവരെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജോൺ ബ്രിട്ടാസ് പോലീസ് ഓഫീസറോട് പറയുന്ന ഒരു സംഭവമാണ്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം കാണുക, അതിനുശേഷം ഞാൻ സംസാരിക്കാം. आज मेरा हाई कोर्ट मैटर था. हाई कोर्ट मैटर अटेंड करने के बाद जब मैं रास्ते से आ रही थी, काफी बारिश थी, इसके वजह से मेरी यूनिफॉर्म भीग चुकी थी. जो कि अभी भी थाने में No, please listen to me. Please listen to me. You are a police officer. You must have attended the High Court. Since you are in a police action now, you should be in your uniform. Yes. I would request you to go back. Have your uniform. Come with your badge. എന്തൊരു ധിക്കാരാണ് നോക്ക്. ആയുധങ്ങൾ പിള്ളേർക്ക് ഉപയോഗിച്ച് ഇപ്പൊ യൂണിഫോം ഇല്ല. അവർ ഹൈക്കോടതിയിൽ നിന്ന് വരുവാണ്. മഴ ആയതുകൊണ്ട് യൂണിഫോം ഇട്ടില്ല എന്നാ പറയുന്നത്. മഴ ആയതുകൊണ്ട് ഏത് അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരാളാണ്. നെയിം പ്ലേറ്റും ഇല്ല. കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോൻ്റെ അടിയിൽ ഇങ്ങനെ ഈ വീഡിയോ വൈറലായ സമയത്ത് കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന കണ്ടു. എന്താ പറയുക, മഫ്തിയിലാണെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്തുകൂടെ, അത് തടഞ്ഞ് ശരിയായില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെതായ റിസർച്ച് നടത്തി വയ്ക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഷെയർ ചെയ്യാം. ഒരു പോലീസുകാരന് എന്താ പറയുക, അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയുടെ ഒരു മാർഗ്ഗരേഖയുണ്ട്, DK ബസു ഗൈഡ് ലൈൻസ് എന്ന് പറയും. അത് പ്രകാരം ഒരു പോലീസ് അദ്ദേഹം അറസ്റ്റ് രേഖപ്പെടുത്താൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും വ്യക്തവും കൃത്യമായിട്ട് നെയിം കാർഡും പൊസിഷനും ഉള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണമെന്നാണ്, അത് ധരിച്ചിരിക്കണമെന്നാണ് പറയുന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ MP പറഞ്ഞത് വളരെ കറക്റ്റാണെന്ന് നമുക്ക് പറയാം. ഒരു പ്രൂഫും ഇല്ല ഇപ്പോൾ ഈ സ്ത്രീ ഒരു പോലീസാണോ ഇല്ല എന്നുള്ളത്. അതുപോലെ തന്നെ CRPC ഗൈഡ് ലൈൻസ് പ്രകാരം, അതായത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഒരു പോലീസ് ഓഫീസർ കൃത്യമായിട്ട്, അതായത് BNSS ഇപ്പോഴത്തെ ഇതുപോലെ തന്നെ നമ്മുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഒരു സംഭവം ധരിച്ചിരിക്കണമെന്ന് പറയുന്നുണ്ട്. കൃത്യവും വ്യക്തവുമാണ്. അപ്പം നമ്മുടെ MP പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതാണ് പോലീസ് ഓഫീസർ വളരെ മിണ്ടാതെ തന്നെ തിരിച്ചു പോയത്. ഇനി ഈ അറസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സംഭവം സിമ്പിളാണ്. ഈ ഐഷി ഘോഷൊക്കെ സ്റ്റുഡൻറ് പ്രൊട്ടസ്റ്റ് ഫ്രണ്ടിൽ നിന്ന ആളാണ്. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പണ്ടെങ്ങോ നടന്ന 2021 കേസൊക്കെ കുത്തിപ്പൊക്കി അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. അതൊക്കെ കോടതി ഏറ്റെടുക്കാൻ പോകുന്നേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതുപോലെ CJPയുടെ പല ഈ സ്റ്റുഡൻറ് ആക്ടിവിസ്റ്റിനെയൊക്കെ ഇങ്ങനെ വേട്ടയാടുന്നുണ്ടെന്നൊക്കെ കേട്ടു. അപ്പം പലർക്കും പണി കിട്ടുന്നുണ്ട്, പണി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ മോദി നിവർത്തിയില്ലാതെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ പുറത്താക്കിയതാണ്. അല്ലാതെ ഇനിയിപ്പോൾ അയാളെയൊക്കെ മാലിട്ട് സ്വീകരിക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസ്ഥ തന്നെയാണ്. ഇതൊക്കെ നമ്മളിപ്പോൾ ഫൈറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ സംഭവം നേടിയെടുത്തേ പറ്റൂ. അടുത്തത് എത്തനോളാണ്. എത്തനോൾ